ഇഷ്ടായി നല്ല ടേസ്റ്റ്. ഞാൻ എന്റെ കാര്യം ചോദിച്ചത് പങ്കുവയ്ക്കൂ സ്നേഹത്തിന്റെ രുചി. ഇവിടെ എല്ലാം സ്പെഷ്യലാണ്. ദ സോൾട്ട് റെസ്റ്റോറന്റ്, കാക്കനാട്, തോപ്പുംപടി ആൻഡ് പനമ്പള്ളി നഗർ. സാന്താക്രൂസ് അലൂമിനി അസോസിയേഷൻ കുടുംബ സംഗമം നടന്നു. സാന്താക്രൂസ് അലൂമിനി അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമം നടന്നു. അക്ഷരമുറ്റത്തെ സപ്തതി പൂക്കൾ എന്ന പേരിട്ട കുടുംബ സംഗമത്തിൽ ഫാദർ ഫെലിക്സ് ജോർജ് അധ്യക്ഷത വഹിച്ചു. ഹൈസ്കൂൾ പ്രധാനാധ്യാപിക മിനി സ്വാഗതം പറഞ്ഞു. ഉദ്ഘാടന കർമ്മം ഹൈസ്കൂളിലെ പൂർവ്വ അധ്യാപകനായ ജോയ് സാർ നിർവഹിച്ചു. എനിക്ക് ആദ്യത്തിൽ ചെയ്തു, പക്ഷെ പിന്നീട് എനിക്ക് തോന്നി വളരെ നല്ല പരിപാടിയാണ്. കാരണം നമ്മളെപ്പോഴും അവർക്ക് ഒത്തുകൂടാനുള്ള ഒരു വേദി ഒരുക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്നുള്ളത്. കാരണം നിങ്ങൾക്കറിയാം, ഇന്നത്തെ 19-20 നൂറ്റാണ്ട് വരെ നമ്മുടെ കുടുംബങ്ങളുടെ സാമൂഹിക വ്യവസ്ഥയിൽ എല്ലാ കുടുംബവും കൂട്ടുകുടുംബ വ്യവസ്ഥയിലായിരുന്നു. പക്ഷെ 21-ാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ എങ്ങോ പോയി മാറി. എല്ലാവരും ന്യൂക്ലിയർ കുടുംബങ്ങളായി മാറി. ഓരോരുത്തരും 1-2 കുട്ടികൾ അവർ വേറെ താമസിക്കുന്നു, മക്കൾ വേറെ താമസിക്കുന്നു, മരുമക്കൾ വേറെ താമസിക്കുന്നു, കൊച്ചുമക്കൾ വേറെ താമസിക്കുന്നു എന്ന രീതിയിലേക്ക് നമ്മളെല്ലാവരും മാറിപ്പോയ കാലഘട്ടമാണ്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ ഈ 65+ ആളുകൾ ജോയ് സാർ പറഞ്ഞതിന് അടിവരയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടല്ല, ജോയ് സാറോട് സംബന്ധിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവും. സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങി 1965 മുതലുള്ള ബാച്ചുകൾ ഓൾഡ് സ്റ്റുഡൻസ് ഗ്രൂപ്പിലെ അംഗങ്ങൾ പങ്കെടുത്തു. സംഗമത്തിൽ 70 വയസ്സ് പൂർത്തിയായ 18 പേരെ ആദരിച്ചു. മുൻ PTA പ്രസിഡന്റ് ചന്ദ്രബാനു, സാന്താക്രൂസ് UP സ്കൂൾ HM ആനി സബീന ബിന്ദു എന്നിവർ സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികൾ ഗാനങ്ങൾ ആലപിക്കുകയും വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥിയായ വിനോദ് നന്ദി രേഖപ്പെടുത്തി. കുറെ വർഷങ്ങൾക്ക് മുൻപ് ഒരു ദിവസം എൻ്റെ ഓഫീസിൽ വന്നിരിക്കുന്നത് എങ്ങനെ മനസ്സിലാക്കി എവിടെ കിട്ടിയെന്നൊന്നും അറിയില്ല. ഞാനിവിടെ സ്ഥലത്ത് പോലെ അവിടെ പഠിച്ചിട്ടുള്ളത്. അതിനുശേഷം ഞാൻ കഴിയുന്ന എല്ലാ സമയത്തും ഇവിടെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഞാൻ മിക്കവാറും എത്താറുണ്ട്. ഇവിടെ വരുമ്പോഴുള്ള സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ പോയാലും കിട്ടില്ല എനിക്ക്. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.